Hey all, welcome to Rise Up Daily Answer Writing Club. ഇന്ന് നമ്മുടെ ഡെയിലി ആൻസർ റൈറ്റിംഗിൻ്റെ ഡേ 27 ആണ്. ആൻഡ് ആസ് വി ഹാവ് ഡിസ്കസ് ടുഡേ നമുക്ക് എന്താണ് ഒരു ആർട്ട് ആൻഡ് കൾച്ചർ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, എസ്റ്റിമേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് പല്ലവാസ് ഓഫ് കാഞ്ചി ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഓഫ് സൗത്ത് ഇന്ത്യ. കുറച്ചുകൂടെയൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസിക് കണ്ടൻറ്റ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. സോ ഒരു ബൗൺസറായി തോന്നുമെങ്കിലും നന്നായിട്ട് എഴുതാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് ഇഫ് യു ഹാവ് കണ്ടൻറ്റ്. സോ ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. എന്താണ് കോൺട്രിബ്യൂഷൻ ഓഫ് പല്ലവാസ് ഓഫ് കാഞ്ചി ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. എങ്ങനെ തുടങ്ങാം? ഇൻട്രോ കൊടുക്കാം, അവരുടെ ആ ടൈം പീരീഡ് പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രോ കൊടുക്കാം. ആഫ്റ്റർ ദാറ്റ് ഇവരുടെ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്കൊരു മാപ്പ് കാണിക്കാം. ദെൻ contribution of Pallavas of Kanchi for the development of art and contribution to the development of literature. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന കണ്ടൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ലെറ്റ് us see എങ്ങനെ ഇൻട്രോ കൊടുക്കാം. പല്ലവാസ് ഓഫ് കാഞ്ചി 4th to 9th century CE made significant contribution to art, architecture, literature of South India, laying foundation for the later Chola and Vijayanagara tradition. ഒരു വലിയ കുഴപ്പമില്ലാതെ അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻട്രോ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് പറയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലൊക്കേഷൻ്റെ മാപ്പ് കൊടുക്കാം. ദെൻ നമുക്ക് നേരെ ആ ഒരു ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യന് ഹിറ്റ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. പല്ലവാസ് വർ പയനിയർ ഓഫ് ദ്രാവിഡിയൻ ടെമ്പിൾ ആർക്കിടെക്ചർ, ട്രാൻസിഷൻ ടു റോക്ക് കട്ട് ടു സ്ട്രക്ചറൽ ടെമ്പിൾ. റോക്ക് കട്ട് ഫേസ് ഓഫ് മഹേന്ദ്രവർമ്മൻ 1ൻ്റെ സമയത്തായിരുന്നു റോക്ക് കട്ട് ഫേസ് ഉണ്ടായിരുന്നത്. അവിടെ എന്തുണ്ട്, മഹാബലിപുരം വിത്ത് ഇൻട്രിഗേറ്റ് സ്കൾപ്ചേഴ്സ്. മണ്ഡബാസ് കേവ് ടെമ്പിളിൽ മണ്ഡബാസ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? മഹേന്ദ്രവർമ്മൻ 1 ആണ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് പല്ലവാസിൻ്റെ ടെമ്പിൾ ആർക്കിടെക്ചറിൻ്റെ. ദെൻ സ്കൾപ്ചേഴ്സിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ്. They excelled in sculpture and iconography, producing intricate relief sculptures that depict mythological themes. Descent of Ganges panel in Mahabalipuram is a masterpiece of Pallava relief. പിന്നെ പഞ്ചപാണ്ഡവ രഥ ഒക്കെ എന്താണ്, അത് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നുണ്ട്. മോണോലിത്തിക് രഥാസ് പഞ്ചപാണ്ഡവ രഥാസ് മഹാബലിപുരം represent diverse architecture and imitate വുഡൻ ചാരിയറ്റ് ഇൻ സ്റ്റോൺ. ദെൻ സ്ട്രക്ചറൽ ടെമ്പിൾ. സോ ആഫ്റ്റർ ദാറ്റ് റോക്ക് ഫേസ് കഴിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട്, അവരുടെ സ്ട്രക്ചറൽ ടെമ്പിൾസ് വരുന്നുണ്ട്. ഷോർട്ട് ടെമ്പിൾ വൺ ഓഫ് ദി ഏർലിയസ്റ്റ് സ്ട്രക്ചറൽ ടെമ്പിളാണ് മഹാബലിപുരത്തുള്ള ഷോർട്ട് ടെമ്പിൾ. ഇപ്പോൾ എന്താണ്, ഇറ്റ്സ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. പിന്നെ ഇവരുടേതായിട്ടുള്ള ഇന്നോവേഷൻസ് ഉണ്ട് ഇൻ ടെമ്പിൾ ആർക്കിടെക്ചർ, ലൈക്ക് മൾട്ടി ടയർഡ് ടെമ്പിൾ വിത്ത് യൂണിക് ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് ലൈക്ക് ലെയർഡ് സാങ്ച്വറീസ്. The short temple in Mahabalipuram with multiple shrines represent the advanced phase of temple architecture. Then iconography. A depiction of deities had a profound impact later South Indian artistic traditions. The depiction of deities influenced famous Chola, bronze, നടരാജനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡിപ്പിക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് ഓൺ ലേറ്റസ്റ്റ് സ്റ്റൈൽസ്. പല്ലവാസ് ദ്രാവിഡ സ്റ്റൈൽ ഇൻഫ്ലുവൻസ് ചോളാസ്, സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റീസ്. സോ ഇങ്ങനെ ഇത്രയും പോയിൻറ്റ്സ് ചെയ്യാൻ പറ്റും, നമുക്ക് ആർക്കിടെക്ചറിൽ കൊണ്ടുവരാൻ പറ്റും. ടെമ്പിൾസ്, റോക്കട്ട്, സ്കൾപ്ചേഴ്സ്. ദെൻ ഈ ടെമ്പിൾസിൽ നമ്മൾ ദ്രവീഡിയൻ ആർക്കിടെക്ചറിനെ കുറിച്ച് പറയാം. ദെൻ ടെമ്പിൾ കൺസ്ട്രക്ഷനിലുള്ള ഇന്നോവേഷൻസ് പറയാം. ഇങ്ങനെ നമുക്ക് കുറച്ച് ഒരു 5-6 പോയിൻ്റ് എന്ത് ചെയ്യണം, ഫസ്റ്റ് പാർട്ടിൽ കൊണ്ടുവരണം വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ. ഫസ്റ്റ് വൺ ഇസ് സാൻസ്കൃത് വർക്ക്. മഹേന്ദ്രവർമ്മൻ്റെ മട്ടവിലാസ പ്രഹസനം എന്താണ്, ഒരു സാൻസ്കൃത് വർക്കാണ്. ദെൻ ദണ്ഡിൻ്റെ ദശകുമാരചരിത, ഇതൊക്കെ സാൻസ്കൃത് വർക്കിൻ്റെ എക്സാമ്പിളാണ്. സോ ദേ പ്രൊമോട്ടഡ് സാൻസ്കൃത് ഇൻ ദ സൊസൈറ്റി. ദെൻ തമിഴ് ലിറ്ററേച്ചർ, ഭക്തി മൂവ്മെൻറ്റ് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട്. നയനാസ് ആൻഡ് ആൽവാസ് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ദേ കമ്പോസ് ഡിവോഷണൽ ഹൈംസ്. ദെൻ പെരുന്തേവനാർ, എ കോട്ട് പോയറ്റ്, ട്രാൻസ്ലേറ്റഡ് മഹാഭാരത ഇൻ ടു തമിഴ് ആസ് ഭരദേവാംബ അണ്ടർ പല്ലവ പാട്രണേജ്. ദെൻ ഗ്രോത്ത് ഓഫ് സെക്കുലർ ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം റിലീജിയസ് ടേക്സ്, പല്ലവാസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾസോ എൻകറേജ്ഡ് സെക്കുലർ തമിഴ് ലിറ്ററേച്ചർ. ഗ്രാമർ, ഫിലോസഫി പോലത്തെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക്സ് റിലേറ്റഡ് ഫ്ലറിഷ് ഡ്യൂറിങ് പല്ലവ റോൾ.
Then patronage in learning center. Kanchipuram was a major learning hub under Pallavas. Gaddiga at Kanchi was renowned for educational institution. Scholar like ബോധിധർമ്മ ഒക്കെ ഇവരെ ബോധിധർമ്മ നമ്മൾ മറ്റേ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ല, അവരൊക്കെ ഇവിടുത്തെ സ്കോളേഴ്സ് ആയിരുന്നു എന്ന് പറയുന്നത്. സോ ആ ഒരു ലിറ്ററേച്ചർ എന്നുള്ള പാർട്ടും നമുക്ക് സംസ്കൃത്, തമിഴ്, സെക്കുലർ, ദെൻ ലേണിംഗ് സെൻറ്റേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്യാം. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കോർ പാർട്ട് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കോൺട്രിബ്യൂഷൻസും കൂടെ എന്ത് ചെയ്യാം, ജസ്റ്റ് മെൻഷൻ ചെയ്ത് വിടാം. ഒരുപാട് അതിൽ സ്പേസ് കളയരുത്, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നേ ഉള്ളൂ. ഓക്കെ. They blended Brahminical tradition with the local Tamil culture. Depiction of Shiva, Vishnu, Devi ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. Then facilitated cultural exchange with Southeast Asia influencing region. കംബോഡിയ, ജാവ റീജിയനിൽ ഇവരുടെ കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ത് ചെയ്തിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്ക്രിപ്റ്റ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസിലെ ഡെവലപ്മെൻറ്റിൽ ഇവരെ എന്ത് പറയാം, പല്ലസ റിഫൈൻഡ് ഗ്രന്ഥ സ്ക്രിപ്റ്റ്, സംസ്കൃതത്തിൽ യൂസ് ചെയ്ത ഗ്രന്ഥ സ്ക്രിപ്റ്റ് റിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻഫ്ലുവൻസിങ് തമിഴ് ആൻഡ് തെലുങ്ക്, വൈൽ മഹാബലിപുരം ഇൻസ്ക്രിപ്ഷൻ ആൻഡ് കസഗുഡി പ്ലേറ്റ്സ് ഓഫർ ഹിസ്റ്റോറിക്കൽ ഇൻട്രസ്റ്റിംഗ് ഇൻസൈറ്റ്. ദെൻ മ്യൂസിക് ആൻഡ് ഡാൻസ്, പല്ലവ ടെമ്പിൾ ഷോക്കേസ്. നമ്മൾ ആർട്ടിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ പറയുമ്പോൾ അവിടെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് മ്യൂസിക്കും ഡാൻസും പറയാം. മ്യൂസിക് എന്താണ്, musician dances sculpture reflecting arts patronage, while the Sutradhara tradition harmonized architecture with the musical hierarchy. Then multicultural diplomacy and administrative and ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ എന്ത് പറയാം, മ്യൂസിക് ആൻഡ് ഡാൻസും കൂടെ കൊണ്ടുവരാം. മ്യൂസിക്, ഡാൻസ് അതുപോലത്തെ സംഭവങ്ങളൂടെ കൊണ്ടുവരാം. ദെൻ കൺക്ലൂഷൻ എന്ത് പറയാം, പല്ലവാസ് പയനേർഡ് ദ്രാവിഡിയൻ ആർക്കിടെക്ചർ ആൻഡ് നാച്ചർ, സംസ്കൃത് ആൻഡ് തമിഴ് ലിറ്ററേച്ചർ പ്രൊഫൗണ്ട്ലി ഇൻഫ്ലുവൻസ് സൗത്ത് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ വിത്ത് ദർ ലെഗസി എൻഡ്യൂറിംഗ് ത്രൂ ചോള ആൻഡ് ബിയോണ്ട്. ആഫ്റ്റർ ദാറ്റ് ചോളാസും ബിയോണ്ട് അതിന് ശേഷമുള്ള കിങ്ഡംസും ഇതെന്ത് ചെയ്തിട്ടുണ്ട്, എൻഡ്യൂർ ചെയ്ത് അതിൻ്റെ ബാക്കി ഡെവലപ്മെൻറ്റ്സ് നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് സംഭവം പല്ലവാസാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ബേസിക്കായിട്ട് കുറച്ച് കണ്ടൻറ് ഉണ്ടെങ്കിൽ നല്ലൊരു ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഓൾ.